മൂന്നാം തവണയും ഇഖാമ പുതുക്കാൻ വൈകിയതിന് സൗദിയിൽ നിന്നും മലപ്പുറം സ്വദേശിയെ നാടുകടത്തി. മലപ്പുറം ഇടക്കര സ്വദേശി റിസ്വാനെയാണ് നാടുകടത്തിയത്. മൂന്നാമത്തെ തവണയും ഇഖാമ പുതുക്കൽ വൈകിപ്പിച്ചാൽ നാടുകടത്തുമെന്ന നിയമം അടുത്ത കാലത്താണ് സൗദിയിൽ പ്രാബല്യത്തിൽ വന്നത്. മുൻപും 2 തവണ റിസ്വാൻ ഇഖാമ പുതുക്കാൻ വൈകിയിരുന്നു. എന്നാൽ വൈകിയ കാരണത്തിന് പിഴ അടക്കുകയും ഇഖാമ പുതുക്കുകയുമാണ് അന്നുണ്ടായത്. മൂന്നാം തവണയും ഇഖാമ പുതുക്കേണ്ട കാലാവധി കഴിഞ്ഞ ദിവസം കഴിഞ്ഞിരുന്നു. മുൻകാലങ്ങളിലെ പോലെ പിഴയടച്ച് ഇഖാമ പുതുക്കി ലഭിക്കുമെന്നാണ് റിസ്വാൻ കരുതിയത്. എന്നാൽ മൂന്നാമത്തെ തവണയും ഇഖാമ പുതുക്കൽ വൈകിപ്പിച്ചാൽ നാടുകടത്തുമെന്ന നിയമം അടുത്ത കാലത്ത് പ്രാബല്യത്തിൽ വന്നിരുന്നു. ഖമീസ് മുഷയത്തിൽ വെച്ചാണ് റിസ്വാൻ പോലീസിന്റെ പിടിയിലാവുന്നത്. എൻ്റെ ഇഖാമ 3 പ്രാവശ്യം എക്സ്പയർ ആയിരുന്നു. അപ്പോൾ ഞാൻ സൂക്കിൽ നിൽക്കുന്ന സമയത്താണ് പോലീസ് ചെക്കിങ് വന്ന് എന്നെ പിടിച്ചുകൊണ്ടുപോയത്. ഇപ്പോൾ പ്രവാസികളോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇഖാമ കാര്യങ്ങൾ ഇവിടുത്തെ പേപ്പർ വർക്കുകൾ കറക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ അവസ്ഥ നിങ്ങൾക്ക് വരാതെ നിങ്ങൾ സൂക്ഷിക്കുക. പോലീസ് സ്റ്റേഷനിൽ നിന്നും റിസ്വാനെ നേരെ നാടുകടത്തൽ കേന്ദ്രത്തിലേക്ക് മാറ്റുകയായിരുന്നു. അവിടെ നിന്നും അബഹ എയർപോർട്ട് വഴി നാട്ടിലേക്ക് കയറ്റിവിട്ടു. 3 പ്രാവശ്യം ഇഖാമ പുതുക്കാൻ താമസിക്കുകയും മൂന്നാമത്തെ പ്രാവശ്യം ഇഖാമ പുതുക്കാതിരുന്ന് പോലീസിൽ പിടിക്കപ്പെട്ടാൽ അവരെ നാടുകടത്ത കേന്ദ്രത്തിൽ എത്തിക്കുകയും അവിടുന്ന് നാടുകടത്തുകയുമാണ് പുതിയ നിയമം. ആ പയ്യനെ ഖമീസ് സൂക്കിൽ നിന്നും ഇതുപോലെ പിടിക്കപ്പെട്ടു. അങ്ങനെയാണ് നാടുകടത്തൽ കേന്ദ്രത്തിലെത്തിച്ച് നാട്ടിലെത്തി. 3 തവണയും പുതുക്കൽ വൈകി പിടിക്കപ്പെട്ടാൽ പിന്നീട് ഇഖാമ പുതുക്കിയാൽ പോലും പുതിയ നിയമപ്രകാരം നാടുകടത്തലിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. മുജീബ് ചടയമംഗലം, മീഡിയ 1, അബഹ.